പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായാമഠം. ഈ മാന്ത്രികത എന്ന് പറയുന്നൊരു കാര്യം നമ്മളൊരിക്കലും തമാശ കളിക്കേണ്ട ഒരു സബ്ജക്റ്റല്ല. അതിശക്തമായിട്ടുള്ള നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ലൈഫിൽ ഒരു കാരണവുമില്ലാതെ അസുഖങ്ങൾ വരാനും ദാരിദ്ര്യം വരാനും കലഹങ്ങൾ വരാനും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്കത് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു 24 മണിക്കൂർ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല നമ്മളുടെ ഫ്യൂച്ചർ വരുന്നത്. പിന്നെ ആരാണ് പ്ലാൻ ചെയ്യുന്നത്? അപ്പം അതിന് ദൈവം എന്ന് പറയും ചിലർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി എന്ന് നമ്മൾ പറയും. എന്തു വേണേലും ആവട്ടെ. ഞാൻ എന്തായാലും, എനിക്ക് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആൾക്കാർ കാണുമോ, അല്ലെങ്കിൽ പ്രകൃതി ശക്തി എന്ന കോൺസെപ്റ്റിൽ ആൾക്കാർ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറയുന്ന ഒരു പ്രകൃതി ശക്തി അതെന്തായാലും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രകൃതി ശക്തികളും എന്തായാലും ഉണ്ടാകും. അതിന് പേരുകളും പലതരത്തിലുള്ള മതങ്ങളെ ബേസ് ചെയ്ത് വരുമ്പോൾ പലതരത്തിലുള്ള രീതികളുമായിരിക്കും. പക്ഷെ അവിടെ ഒരു എനർജി വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരു കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. ആളുടെ സ്ഥലം, ആളെങ്ങനെയാണ്, ആളുടെ സ്വഭാവ രീതി എങ്ങനെയാണ്, ആൾ എന്തൊക്കെയാണ് ഒരു ദിവസത്തിൽ ചെയ്യുക, ആളുടെ വീട് എവിടെയാണ്, ആളുടെ ജോലി സ്ഥലം എവിടെയാണ്, ആൾ നൈറ്റ് ടൈമിൽ എന്താണ് ചെയ്യുന്നത്, ആളുടെ പോക്കുവരവുകൾ ഏതൊക്കെ വഴികളിലൂടെയാണ് എന്നൊക്കെ അറിയാവുന്നവരാണ് പലരും. അങ്ങനെയുള്ള വ്യക്തികൾ ഈ പറയുന്ന മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾ അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയി കൃത്യമായി അതത്രയും തീവ്രമായിട്ട് ചെയ്യുന്നവരും, അല്ലെങ്കിൽ അതറിയുന്നവർക്കും മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ സമയവും സാഹചര്യവും, ഇനി അതിനെ സിമ്പിളായി പറഞ്ഞാൽ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ, ഇതൊക്കെ ഒരു ചിന്തയല്ലേ? അതായത് ജീവിക്കണമെന്ന് പറയുന്നതൊരു ചിന്തയാണ്, മരിക്കാൻ തോന്നുക എന്ന് പറയുന്നത് ഒരു ചിന്തയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടാം, ഒന്ന് ഓവർടേക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് ഒരു തോന്നലാണ്. പക്ഷെ അത് ചിലപ്പോൾ ചെന്നെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കോ ചിലപ്പോൾ മരണകാരണമോ ആയി മാറാം. മദ്യപിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്നാൽ ഒന്ന് മദ്യപിച്ചേക്കാം എന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് മാത്രം കഴിച്ചിരുന്ന ആള് ഏതെങ്കിലും ഒരു പ്ലേസിൽ പോവുകയും അവിടെ കൂട്ടുകൂടി മദ്യപിക്കുകയും ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ആവേശത്തിൽ, നല്ല വ്യക്തിയായിരിക്കാം, ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് എത്താം. അപ്പോൾ അതൊക്കെയും തോന്നലാണ്. ഈ തോന്നൽ എവിടെ നിന്നാണ് വരുന്നത് ആർക്കും അറിയില്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ഒന്ന് എടുത്തു ചാടി, പക്ഷെ ആള് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വേറെ എന്തൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്ന അവഗണനകളും അവരുടെ മാനസികമായ അനുഭവിച്ച പീഡനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരാണ്, ഒരുപാട് കുടുംബക്കാരുള്ളതാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടമുണ്ടാവണം എന്നൊന്നുമില്ല. നമ്മൾ നന്നാവുന്നതും നല്ല രീതിയിൽ ജീവിക്കുന്നതും നല്ല ആരോഗ്യത്തിലൂടെ ഇരിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവണം എന്നില്ല. അത് ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാക്കായിട്ട് സംഭവിക്കാം, ഒരു കണ്ണേറായിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ഇതേ എന്ന് പറയുന്ന ചിന്ത കൊണ്ട് റെഗുലറായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സോ ആകാം. അതിൻ്റെ പേരിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. സംഭവിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ സംഭവിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ വിഷ്ണുമായ മടയ്ക്കും ഒരു കൊണ്ടടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ വിഷ്ണുമായ സ്വാമി ചാത്തന്മാർ ഇവരെ നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടല്ല ചെയ്യണം. പക്ഷേ ഒരു എനർജി ഉണ്ട്. നമ്മൾ ഒരു പൂജയെടുത്ത് ആ പൂജാ പ്രോസസ്സ് കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് പോസിറ്റീവായിട്ട്, അതായത് എന്ത് കാര്യമാവട്ടെ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുക എന്ന് പറയുന്നത് പൂജ എടുക്കുന്നതിന് മുമ്പ് അതില്ല, പൂജ കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്കോ ഇതിനെപ്പറ്റി അറിയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അറിഞ്ഞോളും. ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ എത്തുമ്പോൾ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും വരാതെ ഒരുപാട് പ്രശ്നത്തിൽ കിടന്ന് അലയുമ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നും. ഞാൻ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് സാധ്യമാണ് ശരിക്കും, അതിനുവേണ്ടി മെനക്കെടണം, അതിനുവേണ്ടി ഇഫേർട്ട് ഇടണം, അതിനുവേണ്ടി മാനസികപരമായിട്ട് ശക്തിപ്പെടുത്തണം. ഇതെല്ലാം മൈൻഡ് കൊണ്ടുള്ള കളിയാണ്, മനസ്സുകൊണ്ട് അപാരമായ മനഃശക്തി വെച്ചിട്ടുള്ളൊരു കളിയാണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഇരിക്കുന്നത് ഇതൊരു വസ്ത്രം എന്ന രീതിയിൽ, നമ്മുടെ രൂപം, നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഒരു വസ്ത്രം എന്ന രീതിയിൽ പറയണം. അപ്പോൾ അവിടെ എന്താണ് ആത്മാവ് എന്താണ്? ഏത് സമയത്ത് വേണമെങ്കിലും ആത്മാവ് പുറത്തേക്ക് പോവാം, ഉള്ളിലിരിക്കാം. ഉള്ളിലിരിക്കുമ്പോൾ എന്താണ്? നമുക്ക് ജീവനുണ്ട്. ഇത് പുറത്തേക്ക് വന്ന എന്തായി? ജീവൻ നഷ്ടപ്പെട്ടു. അപ്പം ഈ ആത്മാവിനെ ആവാഹിക്കുക, ആത്മാവിനെ കൺട്രോൾ ചെയ്യുക. അപ്പം എന്താണ്? അത് മനസ്സായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഒരു ഹിപ്നോട്ടിസം നടത്തുന്ന ഒരാൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റുന്നത് ഹിപ്നോട്ടിസത്തിന് സാധിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞ മെൻ്റലിസം, ഇതിനൊക്കെയും സാധിക്കും. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന സംഭവങ്ങളാണ്. സൈക്കാട്രിയിലേക്കും കറക്റ്റായിട്ട് പറയുന്ന സബ്ജക്റ്റുകളാണ്. ഇത് ലേൺ ചെയ്ത് മനഃശക്തിയിലൂടെ ഇത് സാധ്യമാവുമെങ്കിൽ, അത്ര മനഃശക്തിയോടുകൂടി നമ്മൾ ആ പ്രവർത്തന രീതി വന്നാൽ ഇത് സംഭവിക്കാം. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തെയും സൂക്ഷിച്ചും കണ്ടും കളിക്കുക. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോയി പെടാതിരിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. പരമാവധി അവനാൻ്റെ കാര്യം നോക്കി നടക്കുക. മന്ത്രവാദമുണ്ടോ അല്ലെങ്കിൽ ദൈവങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ എന്തെങ്കിലും നടക്കുമോ, എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും പോയി ചൊറിഞ്ഞ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കിട്ടി അതിന് പിന്നെ പരിഹാരം എടുക്കാൻ നടക്കണേ? ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് നടക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അതിനു വേണ്ട സുരക്ഷിതത്വം എടുക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ. പൊയ്യാറമിടം. ഓം ശ്രീ വിഷ്ണുമായേ നമഃ.